സുബ്ഹാനല്ലാ എന്താ? തൻസീഹുല്ലാ അൻ കുല്ലി സൂഇൻ എന്നാണ്. എല്ലാ സൂഇൽ നിന്നും അള്ളാഹുവിനെ വിശുദ്ധപ്പെടുത്തലാണ് തസ്ബീഹ്. സുബ്ഹാനല്ലാ തസ്ബീഹ്. തഖ്ദീസുഹു വ തബ്രീഅതുഹു. അള്ളാഹുവിനെ വിശുദ്ധപ്പെടുത്തൽ, അള്ളാഹുവിനെ കുറവുകളിൽ നിന്ന്, ന്യൂനതകളിൽ നിന്ന്, പോരായ്മകളിൽ നിന്ന് മുക്തമാക്കൽ, അതാണ് തസ്ബീഹ്. സുബ്ഹാനല്ലാ. അള്ളാഹുവിന് സമന്മാർ, നിദ്, അള്ളാഹുവിന് ദിദ്. ദിദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹ്ക്ക് അപ്പുറം മറ്റൊരു ഇലാഹ് എന്ന ഒരു ദിദ്. അതേപോലെ തന്നെ അള്ളാഹുവിനൊരു ശരീക്ക്, പങ്കാളി. അള്ളാഹുവിന് കുഫ്, തുല്യൻ. അള്ളാഹുവിന് മുമാസിൽ, അള്ളാഹുവിന് സമമായത്. അതേപോലെ തന്നെ അള്ളാഹുവിന് സാഹിബത്ത്, ഇണ. അള്ളാഹുവിന് വലത്, സന്തതി. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ മഹത്വത്തിന് അനുയോജ്യമാകാത്തത്, പരിപൂർണതയ്ക്ക് യോജ്യമാകാത്തത്, അള്ളാഹുവിൻ്റെ സ്വയം പര്യാപ്തതയ്ക്ക് നിരക്കാത്തത്, അള്ളാഹുവിൻ്റെ ധന്യത അതിന് ഒക്കാത്തത്, ഇതിൽ നിന്നൊക്കെ അള്ളാഹുവിനെ മുക്തമാക്കലാണ് എന്ത്? അള്ളാഹുവിനെ വിശുദ്ധപ്പെടുത്തലാണ് തസ്ബീഹ്. സുബ്ഹാനല്ലാഹ് എന്ന പ്രയോഗം അതിന് ഏറ്റവും കരണീയമായ പ്രയോഗമാണ്. അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്താൻ ഏറ്റവും എളുപ്പത്തിൽ ക്ഷിപ്രസാധ്യമാണ് തസ്ബീഹ് നിർവഹിക്കുന്നതിലൂടെ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അറിയുകയാണ്, അനുഭവപ്പെടുകയാണ്, എന്തെങ്കിലും ഒരു നമ്മുടെ അളവിൽ എന്തെങ്കിലും ഒരു പോരായ്മ, എന്തെങ്കിലും ഒരു കുറവ് നമുക്ക് അറിയുകയായാൽ, അനുഭവപ്പെടുകയാണെങ്കിൽ ഉടനെ നമ്മൾ തസ്ബീഹാണ്. എന്തുകൊണ്ട്? ഈ പോരായ്മ, ഈ കുറവ് ആർക്കില്ല? അത് അള്ളാഹുവിന് ഒരിക്കലും ഒരു പോരായ്മയില്ല, ഒരു കുറവില്ല. സുബ്ഹാനല്ലാഹ്. നമ്മൾ അറിയുകയാണ്, നമ്മൾ അനുഭവിക്കുകയാണ് ഒരു കുറവിനെ, മനുഷ്യരിൽ, പടപ്പുകളിൽ ഒരു കുറവിനെ, ഒരു പോരായ്മയെങ്കിൽ അവിടെ എന്താ? ഉടനെ തസ്ബീഹ്. ഒരു പോരായ്മ, ഒരു കുറവായിരിക്കില്ല, അള്ളാഹ്ക്കില്ല. അത് നമ്മൾ ഉടനെ അള്ളാഹ്ക്ക് വകവെക്കണം. ഏതുപോലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, നമ്മളൊരു വലിയത്, ഉയർന്നത് അറിയുമ്പോൾ, അനുഭവിക്കുമ്പോൾ ഉടനെ തക്ബീർ ചെല്ലണം. അള്ളാഹുവാണ് ഏറ്റവും വലിയത്. അതേപോലെ നമ്മളൊരു കുറവ്, നമ്മളുടെ അളവിലാകട്ടെ മറ്റൊരാളുടെ അളവിലാകട്ടെ, അറിയുകയാണ്, ഒരു ന്യൂനത, പോരായ്മ അറിയുകയാണ്, അനുഭവിക്കുകയാണ്, ഇല്ലെങ്കിൽ മറ്റൊരാളുടെ അളവിൽ അറിയുകയാണ്, അനുഭവപ്പെടുകയാണ് എങ്കിൽ ഉടനെ നമ്മൾ തസ്ബീഹ്. അള്ളാഹ്ക്ക് ഒരു കുറവുമില്ല, അള്ളാഹ്ക്ക് ഒരു പോരായ്മയില്ല, അള്ളാഹു പരമ പരിശുദ്ധനും വിശുദ്ധനും. അവിടെ ഉടനെ തസ്ബീഹ്. മനസ്സിലല്ലേ? ഇപ്പം നമ്മൾ റുക്കോയിൽ നോക്കിയാൽ നമ്മൾ നമ്രശിരസ്കനാണ്, നമ്മൾ കുനിയുകയാണ്. നമ്മളുടെ അളവിൽ എന്താണ്? നമ്മളൊരു ഭവ്യതയിൽ, നമ്മളൊരു വിനയത്തിൽ നമ്മൾ പെരുമാറണം. അവിടെ നമുക്ക് സുബ്ഹാന റബ്ബിയൽ അദീം, സുബ്ഹാന റബ്ബിയൽ അദീം വ ബിഹംദിഹി, സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വ ബിഹംദിക അല്ലാഹുമ്മഗ്ഫിർലി, സുബ്ബൂഹൻ ഖുദ്ദൂസ് റബ്ബുൽ മലായികതി വർ-റൂഹ്, സുബ്ഹാന ദിൽ ജബറൂതി വൽ മലകൂത്ത് വൽ കിബ്രിയായി വൽ അദമ. ഒക്കെ തസ്ബീഹാണ്. കാരണം എന്താ? നമ്മൾ അറിയുകയാണ് നമ്മളുടെ ഭവ്യത, നമ്മളുടെ എളിമത്വം, അല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാണ്? വിശുദ്ധപ്പെടുത്തുകയാണ്. അതേപോലെ സുജൂദിൽ നമ്മൾ ചെന്ന് കിടക്കുമ്പോൾ നമ്മൾ തീർത്തും വിനയാന്വിതനായി, ഭവ്യനായി, എളിമയുള്ളവനായിട്ട് പഠിച്ചവന് മുമ്പിൽ നമ്മൾ കിടക്കുമ്പോൾ നമ്മൾ അറിയുന്നു എളിമത്വം, നമ്മുടെ ഭവ്യത, ഇതൊക്കെ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിന് എന്തില്ല? ഒരു കുറവും ഒരു ന്യൂനതയും ഒരു പോരായ്മയും. അള്ളാഹു സമ്പൂർണ്ണൻ, വിശുദ്ധൻ. സുബ്ഹാനല്ലാഹ്. അവിടെ സുബ്ഹാന റബ്ബിയൽ അഅല, സുബ്ഹാന റബ്ബിയൽ അഅല വ ബിഹംദിഹി, സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വ ബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന് തുടങ്ങിയിട്ടുള്ളതായ തസ്ബീഹ് അതുകൊണ്ടാണ് അവിടെ നിശ്ചയിക്കപ്പെട്ടത് എന്നുള്ളതാണ്. അവിടെ ശൈഖുൽ ഇസ്ലാമിൻ്റെ വായനയാണ് നമ്മൾ പറഞ്ഞത്. തസ്ബീഹ് മശ്റൂഉൻ ഇൻദൽ ഇൻഖിഫാദ്. എല്ലാ ഇൻഖിഫാദിലും, താഴ്മയിലും ഇറക്കത്തിലുമൊക്കെ തസ്ബീഹ് ശറഅക്കപ്പെട്ടു എന്ന് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം റുകൂഉം സുജൂദൊക്കെ അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് പറയുന്നു. إن هذه تذكرة فمن شاء اتخذ إلى ربه سبيلا.